സായാഞ്ജലി ഭാഗം 18. അന്ന് രാത്രി സായ് മുറിയിലെത്തിയതും ഫോണെടുത്ത് അഞ്ജലിയെ വിളിച്ചു. സായിയുടെ കോള് കണ്ടതും അഞ്ജലി ഒരു ചെറിയ പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സായ്. ഹലോ അഞ്ജലി. സായ് വളരെ മധുരമായി അഞ്ജലിയെ വിളിച്ചു. ഇപ്പോഴാണോ മീറ്റിംഗ് കഴിഞ്ഞത്? അഞ്ജലി ചോദിച്ചത് കേട്ട് സായ് ചിരിച്ചുകൊണ്ട്, അല്ലടോ, മീറ്റിംഗ് ഒക്കെ 4 മണിക്ക് കഴിഞ്ഞു. പിന്നെ സൈറ്റിലൊന്നു പോയി അഡ്വക്കേറ്റിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ചില തിരക്കുകളിൽ പെട്ടുപോയി. ഞാൻ കരുതി എൻ്റെ നമ്പർ കിട്ടിയതും ഉടനെ എന്നെ വിളിക്കുമെന്ന്. ഇവിടെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ടി വന്നു. അച്ചോടാ, ജോലിയിൽ കുറച്ച് തിരക്കായി പോയതുകൊണ്ടല്ലേ. നാളെ തൊട്ട് ശ്രദ്ധിച്ചോളാം, ഓക്കെ? പിന്നെ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? മഹിമ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ അടുത്ത് സായിയേട്ടൻ്റെ നമ്പറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മഹി എനിക്ക് അയച്ചു തന്നു. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സായി എന്തോ ടെൻഷനിലാണെന്ന് മഹി പറഞ്ഞു. എന്താണ്, എന്തെങ്കിലും സീരിയസ് ആയ കാര്യമാണോ? ബിസിനസ് ആകുമ്പോൾ അങ്ങനെ ചെറിയ ചില ടെൻഷനൊക്കെ ഉണ്ടാകുമല്ലോ. അതൊന്നും അത്ര വലിയ കാര്യമല്ല. അതിനാണോ അഡ്വക്കേറ്റിനെ കാണാൻ പോയത്? അഞ്ജലി ചോദിച്ചു. അതിനാണോ അഡ്വക്കേറ്റിനെ കാണാൻ പോയത്? അഞ്ജലി ചോദിച്ചു. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഇതൊക്കെ സംസാരിക്കാൻ ഇനിയും ഒരുപാട് സമയമില്ലേ? പിന്നെ ഞാൻ എന്താ സായിയോട് ചോദിക്കുക? ശരിക്കും ഭാഗ്യം ചെയ്തവരാണല്ലേ. പ്രണയം തോന്നി ഒരാഴ്ചയാകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടുകാർ നമ്മുടെ ബന്ധം അംഗീകരിച്ചു. ഇത്രയും പെട്ടെന്ന് നീ എൻ്റെ സ്വന്തമാകുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. നിന്നോട് പ്രണയം തോന്നിയ കാര്യം ഞാൻ മഹിയോട് പറഞ്ഞപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീ വേറെ ആരെങ്കിലുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. നിന്നെ എനിക്ക് തന്നെ തരണേ എന്നതായിരുന്നു എൻ്റെ പ്രാർത്ഥന. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്നോർത്ത്. ആഹാ, പിന്നെ എന്ത് ധൈര്യത്തിലാണ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തും വരട്ടെ എന്നൊരു ധൈര്യത്തിൽ വന്ന് ചോദിച്ചു. ആഹാ, സായിയുടെ ആദ്യത്തെ പ്രണയം ഞാനാണോ? അത് സായി ഒന്ന് ആലോചിച്ച ശേഷം 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു. ചഞ്ചൽ, അങ്ങനെ എന്തോ ആണ് പേര്. 1 വർഷത്തോളം പറയാതെ മനസ്സിൽ കൊണ്ടു നടന്നു. 7th വെക്കേഷൻ മുഴുവൻ ചിന്തയായിരുന്നു, എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്നൊക്കെ. അങ്ങനെ 8th ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ പറയാൻ തീരുമാനിച്ചു. അങ്ങനെ കൂട്ടുകാരും ഒത്തുപോയി. ഇതുപോലെ തന്നെ ധൈര്യമൊക്കെ സംഭരിച്ച് അവളോട് ഇഷ്ടമാണെന്ന് പോയി പറഞ്ഞു. എന്നിട്ട്? ആവേശത്തോടെ അഞ്ജലി ചോദിച്ചു. എന്നിട്ട് എന്ത്? 2 മാസമായി എൻ്റെ കൂട്ടുകാരനുമായി അവൾ പ്രണയത്തിലായിട്ടെന്ന വിവരം പറഞ്ഞു. ആത്മാർത്ഥ സുഹൃത്ത് കൂടെ നടന്ന് ഇങ്ങനൊരു പണി തരുമെന്ന് കരുതിയില്ല. എന്നിട്ട് കൂട്ടുകാരനോട് പോയി ചോദിച്ചപ്പോൾ അവൻ പറയുക, സോറി അളിയ, നീ പറയാതെ നടക്കുന്നത് കണ്ടപ്പോൾ അവനൊന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന്. സായിയുടെ പ്രണയകഥ കേട്ട് അഞ്ജലി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട്, അതുകൊണ്ടാണോ എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം? ഇനി ജീവിതത്തിൽ അബദ്ധം പറ്റരുതല്ലോ. പിന്നെ സായിക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ? പിന്നെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. 9th സ്റ്റാൻഡേർഡ് ആയതോടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, സയൻറ്റിസ്റ്റ് ആകണമെന്ന് മാത്രമായിരുന്നു. അതിൻ്റെ ഇടയിൽ ആരോടും പ്രേമമൊന്നും തോന്നിയില്ല. സായിക്ക് സയൻറ്റിസ്റ്റ് ആകാനായിരുന്നു ആഗ്രഹം എന്നത് ഞാൻ ഇൻ്റർവ്യൂവിൽ കേട്ടിരുന്നു. അഞ്ജലി, പ്രണയാർദ്രമായി സായി വിളിച്ചു. എന്താ? അഞ്ജലിക്ക് എന്നോട് ആദ്യമേ ഇഷ്ടം തോന്നിയിരുന്നോ, അതോ ഞാൻ പറഞ്ഞതിന് ശേഷമാണോ? ഞാൻ പറയുമ്പോൾ സായിക്ക് വിശ്വാസമാവുമോ എന്നറിയില്ല, പ്രണയമാണോ എന്നറിയില്ല. സായി ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ആത്മബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നി. സായി എന്നെ നോക്കുമ്പോൾ ഞാൻ ആകെ തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഞാൻ അത്രയും പ്രണയഭരിതയായി പോകുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ അടുപ്പിക്കുന്ന എന്തോ ഒരു ശക്തി നമുക്കിടയിൽ ഉണ്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. എനിക്കും അങ്ങനെയായിരുന്നു അഞ്ജലി. അഞ്ജലി ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇവൾ എൻ്റെയാണെന്നൊരു തോന്നൽ. എവിടെയോ കണ്ട പോലെയോ എൻ്റെ ആരോ ആണെന്നോ ഉള്ളൊരു തോന്നൽ. എല്ലാം ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും. നമ്മൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമുക്ക് 2 പേർക്കും ഇങ്ങനെയൊക്കെ തോന്നാൻ. അഞ്ജലിക്ക് ധാവണി നന്നായി ചേരുന്നുണ്ട്. ധാവണി മാത്രമാണോ എപ്പോഴും ഉടുക്കുക? അല്ല, ചുരിദാറും ഇടും. കൂടുതൽ ഇഷ്ടം ധാവണിയാണ്.
എന്നാൽ ഇനി ധാവണി മാത്രം മതി. ധാവണിയിൽ അഞ്ജലിയെ കാണാൻ എന്തൊരഴകാണെന്നോ, നോക്കി നിന്നു പോകും. ആഹാ, അപ്പോൾ എൻ്റെ ചുരിദാറൊക്കെയോ? അതൊന്നും വേണ്ട, എനിക്ക് എപ്പോഴും എൻ്റെ അഞ്ജലിയെ ധാവണിയിൽ കണ്ടാൽ മതി. ഓക്കെ. പിന്നെ അച്ചമ്മ 2 ദിവസം കഴിഞ്ഞാൽ വരും. പിന്നെ കടയിൽ അച്ചമ്മയായിരിക്കും. അയ്യോ, അപ്പോൾ ഞാൻ എങ്ങനെ അഞ്ജലിയോട് സംസാരിക്കും? അതൊക്കെ അച്ചമ്മ കണ്ടറിഞ്ഞ് ചെയ്തോളും. ആ, ഫാമിലിയിൽ എല്ലാവരോടും പറഞ്ഞോ നമ്മുടെ കാര്യം? അച്ചമ്മയോടും ചേച്ചിയോടും മാത്രം. ചേച്ചിക്ക് സായിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ സായിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നാളെ വിളിക്കും. ഓ ആയിക്കോട്ടെ. ചേച്ചിയുടെ പേരെന്താണ്? അശ്വതി. പിന്നെ ഞങ്ങളിന്ന് വന്നപ്പോൾ അഞ്ജലിയുടെ വീട്ടിലൊരു സ്വീറ്റ് ഉണ്ടായിരുന്നില്ലേ? അത് എന്ത് സ്വീറ്റാണ്? ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഏത്? തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതാണോ? ആ, അത് തന്നെ. അത് അച്ചമ്മയുടെ ഫാമിലിയുടെ പരമ്പരാഗതമായ ഒരു സ്വീറ്റാണ്. അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ആഹാ, വളരെ നല്ല സ്വീറ്റ്. വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അഞ്ജലി, നിനക്ക് ഉറങ്ങാനായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ജലിയുടെ അമ്മ അവളുടെ മുറിയിലേക്ക് വന്നു. സായ്, അമ്മ വിളിക്കുന്നു, ഞാൻ നാളെ വിളിക്കാം. ഇത്ര വേഗം പോവുകയാണോ? സായ് നിരാശയോട് ചോദിച്ചു. അമ്മ എപ്പോഴും എൻ്റെ കൂടെയാണ് കിടക്കാറ്. സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ് സായ്. ഓക്കെ, ഗുഡ് നൈറ്റ് അഞ്ജലി. ലവ് യു. അഞ്ജലി കോൾ കട്ട് ചെയ്തു. അറ്റ്ലീസ്റ്റ് ഒരു ലവ് യു എങ്കിലും പറഞ്ഞിട്ട് അവൾക്ക് കോൾ കട്ട് ചെയ്തുകൂടെ? കോൾ കട്ട് ചെയ്തതിനു ശേഷം സായി നിരാശയോടെ പറഞ്ഞു. സായും അഞ്ജലിയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള മധുര സ്വപ്നങ്ങൾ കണ്ടു കിടന്നു. അഞ്ജലി ഒരു പുഞ്ചിരിയോടെ തൻ്റെ അരികിൽ വന്ന് കിടക്കുന്നത് പോലെ സായിക്ക് തോന്നി. സായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കവിൾ പതുക്കെ തലോടി കൈ നീട്ടിയതും അവൻ സ്വപ്നങ്ങളിൽ നിന്ന് ഉണർന്നു. അഞ്ജലി സായിയുടെ അരികിൽ കിടന്നത് അവൻ്റെ വെറും ചിന്തകളായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് തലയണയിൽ മുഖം ചേർത്ത് പിടിച്ച് സായി കിടന്നു. പിറ്റേ ദിവസം സായ് കുറച്ച് നേരത്തെ തന്നെ അഞ്ജലിയുടെ കടയിലേക്ക് പോയി. അഞ്ജലി ഒരു ബ്ലൂ ധാവണിയായിരുന്നു. സായിയെ കണ്ടതും ഇന്ന് നേരത്തെ ആണല്ലോ, അഞ്ജലി ചോദിച്ചു. എൻ്റെ അഞ്ജലിയെ കാണാതിരിക്കാനുള്ള ക്ഷമ കിട്ടണ്ടേ? ഓഫീസിൽ നിന്ന് നേരത്തെ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങിറങ്ങി. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് നുണയാണെന്ന്. നിന്നെ കാണാനാണ് ഞാൻ നേരത്തെ ഇറങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം. ആഹാ, ഏത് പൂക്കളാണ് സായിക്ക് വേണ്ടത്? എനിക്ക് സുഗന്ധം നൽകാൻ സ്വന്തമായൊരു പൂക്കാരി തന്നെയില്ലേ? സായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യടാ, ഇവിടെ നിന്ന് ഒലിപ്പിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് പൂക്കളും വാങ്ങിച്ചിട്ട് ഓഫീസിലേക്ക് പോയിക്കോ. എന്താടോ ഇങ്ങനെ ഒട്ടും റൊമാൻറ്റിക് ഇല്ലാതെ? ഓഫീസിലൊക്കെ കുറച്ച് കഴിഞ്ഞും പോകാം. എൻ്റെ പ്രിയതമയെ കാണാൻ അവളോടൊപ്പം സംസാരിച്ചിരിക്കാനല്ലേ കൊതിയോടെ ഇത്രയും നേരത്തെ വന്നത്. പ്രേമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. എനിക്ക് കസ്റ്റമേഴ്സ് വരും. ആഹാ, എന്നാൽ ഈ പൂക്കൾ മുഴുവൻ ഞാൻ വാങ്ങിയിരിക്കും. തനിക്ക് കസ്റ്റമേഴ്സ് ഇല്ലല്ലോ, എന്നോട് സംസാരിച്ചിരിക്കാലോ. കച്ചവടം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നാൽ വീട്ടിൽ പോകട്ടെ, ഒരു കള്ളച്ചിരിയോടെ അഞ്ജലി പറഞ്ഞു. ഓഹോ, എന്നാൽ ഞാനിനി ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. നേരത്തെ വന്ന ഞാനൊരു മണ്ടൻ. അത് കേട്ട് സായിയെ നോക്കി അഞ്ജലി ഒന്ന് ചിരിച്ചുകൊണ്ട്, സായ്, ഇതാ ഇന്നലെ ഇഷ്ടമായെന്ന് പറഞ്ഞ സ്വീറ്റ്സ്, വീട്ടിലെല്ലാവർക്കും കൊടുക്കൂ എന്ന് പറഞ്ഞ് അഞ്ജലി ഒരു പാത്രം സായിയെ ഏൽപ്പിച്ചു. ഓ ഷുവർ. സായി ആ പാത്രം വാങ്ങി കാറിൽ വെച്ചു. എന്നിട്ട് അഞ്ജലിയിൽ നിന്നും സായി ഒരു ബൊക്കെ വാങ്ങിയതിനു ശേഷം എന്നാൽ വൈകിട്ട് കാണാം, സായി പറഞ്ഞു. അഞ്ജലി ഒരു ചിരിയോടെ തലയാട്ടി. അവിടെ നിന്നും സായി ഓഫീസിലേക്ക് പോയി. ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർഭാഗത്തിനായി കാത്തിരിക്കുക.